ഹലോ ഗൈസ്, ദുൽഖർ സൽമാന്റെ വേഫെയർ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യത്തെ മലയാളം സൂപ്പർ ഹീറോ മൂവിയാണ് ലോക ചാപ്റ്റർ ചന്ദ്ര. ഇതിൽ സൂപ്പർ ഹീറോ, ലേഡി സൂപ്പർ ഹീറോ ആയിട്ട് അഭിനയിച്ചിട്ടുള്ളത് നമ്മുടെ കല്യാണി പ്രദേശം കൂടെ നസ്രീൻ ചന്തു. ഇതിൽ ക്യാമിയോ റോൾസിൽ ദുൽഖർ സൽമാൻ ടൊവിനോ. ഇത് ഡയറക്ട് ചെയ്തിട്ടുള്ളത് ഡൊമിനിക് കാരൻ, അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഡയറക്ടോറിയൽ ഫിലിമാണ്. ഇത് ഈ ഫിലിമിന്റെ പോസിറ്റീവ് വശങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഡയറക്ഷനുകളായിരുന്നു. രണ്ടാമതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. പല സമയത്തും നല്ല ഹോളിവുഡ് ലെവലിലുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൽ ചന്ദ്രയുടെ നമ്മളെ കല്യാണി പ്രിയേഷിന്റെ ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ അതിൽ അഭിനയിച്ച ആ കുട്ടി നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. മാത്രമല്ല ആ സീനുകളെല്ലാം വളരെ ക്വാളിറ്റിയുള്ള സീനുകളായിരുന്നു. പിന്നെ ഇതിൽ നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു പോലീസ് ഓഫീസറുണ്ട്, നമ്മുടെ സാൻഡി, തമിഴ്നാടനാണ് അദ്ദേഹം. നമുക്കറിയാം ലിയോയില് ആ റെസ്റ്റോറന്റിൽ പോയിട്ട് നമുക്ക് ചോക്ലേറ്റ് കോഫി വേണമെന്ന് പറയുമല്ലോ, ആ കക്ഷി നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. നെഗറ്റീവ് സൈഡ് പറയാനായി നെഗറ്റീവ് സൈഡേ ഉള്ളൂ. പ്രത്യേകിച്ച് ഈ നായികയായിട്ട് അഭിനയിച്ച കല്യാണി പ്രദേശം മുഖത്ത് യാതൊരു ഭാവമില്ലാത്ത ഒരു നടിയായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തത്. ശരിയായിട്ടില്ല. പിന്നെ ടൊവിനോ ഒരു ക്യാമറ റോളാണെങ്കിലും വളരെ എന്താ പറയാ കോമാളി പീസായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തത്. അദ്ദേഹത്തിന്റെ ആ കാണിക്കുന്ന പരിപാടികളെല്ലാം ഒരു കോമാളി ടൈപ്പ് പരിപാടികളായിരുന്നു. പിന്നെ എന്തോ പറയാൻ, പിന്നെ ഇത് 18ാമത്തെ ദിവസമാണ്. പക്ഷെ പടം കേരള തിയേറ്ററിൽ ഞാൻ ഫാമിലിയായിട്ടാണ് പോയത്. പടം ഫുള്ളായിരുന്നു. കളക്ഷൻ ഏകദേശം 250 കോടി കഴിഞ്ഞു. പക്ഷെ അത്രത്തോളം അതിനകത്ത് ഞാൻ കണ്ടില്ല. നമ്മള് ലാലേട്ടന്റെ ഒടിയൻ, ബറോസ്, ഇതെല്ലാം എത്രയും ഭേദം. ബൈ.